നേരെ മര്യാദയ്ക്ക് നേരെ ആവുന്നില്ലെങ്കിൽ അടിച്ച് നേരെയാക്കും. സുഖമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. മന്ത്രോപാസന കൊണ്ട് സുഖമാണ് ഉണ്ടാവുന്നത്. ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനെങ്ങനെ തിരിച്ചു പറയും? എന്നെ നിങ്ങൾ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ? അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ അമ്മയെ നോക്കാൻ പറ്റിയില്ല. അമ്മയോട് അപ്പോൾ ദേഷ്യമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഇത് കേട്ടപ്പം അമ്മയെ നോക്കണം എന്ന് തോന്നി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പുറങ്കാലിനടിച്ച് പുറത്താക്കി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആ വെയിലത്തോട്ടിറങ്ങി തലകുത്തി നിൽക്കാൻ പറഞ്ഞു. ഈ മന്ത്രജപം ആർക്കുമാകാം? മന്ത്രത്തിലുള്ള മൂർത്തികൾ, ദേവതകൾ, അവർ കൈക്കൂലിയിൽ അങ്ങ് പ്രസാദിക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. നളന്ദ, തക്ഷശില മുതലായ എല്ലാ സ്ഥലത്തും തീയിട്ട് പോയിട്ടും ഈ ചെറിയ കുറച്ച് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് പോയി എന്നല്ലാതെ സനാതനത്തിന് റൂട്ടായിട്ടുള്ള ഈ ധർമാർത്ഥ കാമോക്ഷങ്ങൾ പോകാതെ എന്തുകൊണ്ടാണ്? ഇത് ഋഷീശ്വരന്മാരുടെ മനസ്സിലാണ് ഉണ്ടായിരുന്നത്. നമസ്തേ. ഇന്നത്തെ അതിഥി ജന ടി വി പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. ഇനി അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ശ്രീവിദ്യോപാസകൻ, താന്ത്രിക കാര്യങ്ങളിൽ പ്രായത്തെ വെല്ലുന്ന ജ്ഞാനം, ഇതൊക്കെയുള്ള ശ്രീ രാജേഷ് ശർമ്മയാണ്. സ്വാഗതം ജന ടി വിയിലേക്ക്. ആദ്യം തന്നെ ഒരു ചോദ്യം. ഈ സാധാരണക്കാർക്കുണ്ടാവുന്ന ചില സംശയങ്ങൾ മന്ത്രത്തെപ്പറ്റി, തന്ത്രത്തെപ്പറ്റി, നാമജപത്തെപ്പറ്റി, ക്ഷേത്ര ദർശനത്തെ പറ്റിയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാം എന്ന് വിചാരിക്കുന്നു. മന്ത്രവാദവും താന്ത്രികവും തമ്മിലുള്ള വ്യത്യാസം, മന്ത്രവാദിയും താന്ത്രികനും തമ്മിലുള്ളൊരു വ്യത്യാസം, അത് പറഞ്ഞു തുടങ്ങിയാണ്. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അറിയുന്നവനാണ് താന്ത്രികൻ. മന്ത്രവാദി എന്നുള്ള ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ആൾ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയമാണ്. താന്ത്രികന് അവരവർ ചെയ്യുന്ന കർമ്മങ്ങളിലെ റിസൾട്ടിനെ ഭയമില്ല. മന്ത്രവാദിക്ക് അത് വേണം. മന്ത്രവാദി കണ്ടീഷൻസിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. താന്ത്രികൻ അതല്ല. താന്ത്രികൻ ഇങ്ങനെ പട്ടം പോകുന്നത് പോലെ ഫ്രീ ആയിട്ട് പോകുന്ന ഒരാളാണ്. അതായത് ഈ തന്ത്രമാർഗങ്ങളിലെ ഏതെങ്കിലും ഒരു മാർഗത്തെ അവലംബിച്ചുകൊണ്ട് മുക്തി എന്ന കാര്യത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ മുക്തിക്കായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് താന്ത്രികൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് മുക്തിക്കുള്ള വഴികൾ. ശിവൻ പാർവതിക്ക് ഉപദേശിച്ച വഴികളാണ് ഇതെല്ലാം. അപ്പോൾ ഈ മാർഗത്തിലൂടെ കടന്നു പോകണം എന്ന് ഉത്തമമായ ബോധ്യമുള്ള ആളാണ് താന്ത്രികൻ. മാന്ത്രികൻ അതല്ല. ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രോപാസനയെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ശരിയായ തന്ത്രത്തിലേക്ക് വന്ന് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മുക്തിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നവരും ഉണ്ട്. അതല്ലാതെ ഇതിൽ പെട്ടുപോകുന്നവരും ഉണ്ട്. അപ്പം താന്ത്രികൻ മാന്ത്രികൻ തന്നെയാണ്. പക്ഷേ റിസൾട്ടിൽ ഭയമില്ലാത്ത മാന്ത്രികനാണ്. ഇപ്പം ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, ഫലിച്ചില്ല, ഇല്ല. മാന്ത്രികൻ അതല്ല. മാന്ത്രികൻ ചിലപ്പോൾ അത് ഈഗോ പ്രശ്നം ഉണ്ടാക്കാം. താന്ത്രികൻ അതൊന്നുമില്ല. അപ്പോൾ അങ്ങ് വന്ന് പറയാണ്, എൻ്റെ ഒരു ബന്ധത്തിലൊരു ആൾ വയസ്സായി കിടക്കുകയാണ്, മരിക്കുമോ ഇല്ലയോ അറിയില്ല. അപ്പം വയസ്സായാൽ മരിക്കണം. താന്ത്രികൻ്റെ ആദ്യത്തെ ചിന്ത അതാണ്. അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച് കളയാം എന്ന് കരുതി ഒരു മൃത്യുഞ്ജോമം കഴിച്ചാൽ ചിലപ്പോൾ മൃത്യുഞ്ജോമത്തിൻ്റെ ഫലത്തിൽ തന്നെ അത് ആൾ പോയിന്ന് വരും. പക്ഷെ മാന്ത്രികൻ അതല്ല. മാന്ത്രികൻ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. ഇമേജ് പോവും. താന്ത്രികന് ഒരു ഇമേജും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, നമ്മൾ കഴിക്കുന്ന പൂജകളെല്ലാം ഫലിക്കണോ? അതൊക്കെ ഈശ്വരനിശ്ചിതമാണ്, നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ഫലിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഫലിച്ചില്ല, അല്ലെങ്കിൽ ഫലം നന്നായുണ്ടായി, വിചാരിച്ചതിൻ്റെ അപ്പുറം ഫലം വന്നു, അതിലും മനസ്സളവില്ല, ഇതിലും മനസ്സളവില്ല. അതാണ് താന്ത്രികനും. അഹങ്കാരമില്ല, ആഘോഷമില്ല, നിരാശയുമില്ല, ഒന്നുമില്ല. നമ്മൾ ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും ചിന്തിച്ച് വിഷമിക്കുന്നില്ല.
ധർമ്മമാണല്ലോ എന്ന് കരുതി ഒന്നും ചെയ്യുന്നില്ല, അധർമ്മമാണെന്ന് കരുതി ചെയ്യാതിരിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലത്തിൽ നമുക്ക് കാംക്ഷയില്ല. ഇപ്പം ഞാനൊരു ഒരു 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 ക്രിയ കഴിച്ചു, അങ്ങ് പ്രതീക്ഷിച്ചതിൻ്റെ 4 ഇരട്ടി ഫലം ഉണ്ടായി. 1 ഇരട്ടി അങ്ങേക്ക് ആവശ്യമുള്ളൂ, 3 ഇരട്ടി എനിക്ക് തരുമോ? ഇല്ല. അങ്ങ് വിചാരിച്ച റിസൾട്ട് വന്നില്ല, 50% വന്നുള്ളൂ. അപ്പോൾ ആ ബാക്കിയുള്ള 50%നും എനിക്ക് ഉത്തരവില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ 100% രോഗിയെ രക്ഷിക്കാം എന്ന് ആർക്കും വാക്ക് കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു താന്ത്രികനും 100% തൻ്റെ അടുത്ത് വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പരിഹാരത്തിൻ്റെ വഴികളിലൂടെ പോയി നോക്കാം. അങ്ങ് അത് പറഞ്ഞുകൊണ്ടൊരു ഉപചോദ്യം, മരുന്നിന് പകരമാകുമോ മന്ത്രം? ആവില്ല. നോക്കൂ, പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. തൽ ശാന്തിർ ഔഷധ ദാന ജപ ഹോമാർച്ചനാദിഭി. അപ്പം രോഗത്തിന് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഔഷധം. പാപങ്ങൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ദാനം കൊണ്ട് തീർക്കുക, ജപം കൊണ്ട് അവനവനെ ശക്തിപ്പെടുത്തുക, ഹോമം അർച്ചന ചെയ്ത് ഈ ദുരിതങ്ങളെ കുറയ്ക്കുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രജപം ആർക്കുമാകാം? ആർക്കുമാവാം. മന്ത്രോപാസനയിൽ നിഷ്ഠയുള്ള ഒരാൾക്ക് മന്ത്രജപം ആവാം. എന്നുവെച്ചാൽ ഇത് വേണം, എനിക്കൊരു മന്ത്രോപാസന കൊണ്ട് ഒരു ഫലത്തെ ആഗ്രഹമുണ്ട് എന്ന് തീരുമാനിക്കുന്ന ആർക്കും മന്ത്രോപാസനയില്ല. മന്ത്രം ജപിക്കുമ്പോൾ തെറ്റിയാൽ, വികലമായാൽ? അതിന് മന്ത്രോപാസനയ്ക്ക് മുമ്പുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. മന്ത്രോപാസനയ്ക്ക് മുമ്പ് ആദ്യം വേണ്ടത് എന്താണ്? നോക്കൂ, ആദ്യം ഈ എല്ലാം ഉണ്ടാവേണ്ടത് അക്ഷരാഭ്യാസത്തിലൂടെയാണ്. ആദ്യം അക്ഷരങ്ങളെ വ്യക്തമായി ശക്തമായിട്ട് ഉച്ചരിക്കാനായിട്ട് പഠിക്കണം. ഖരങ്ങളെ ഖരങ്ങളായിട്ട് തന്നെ ഉച്ചരിക്കണം, ലഘുക്കളെ ലഘുക്കളായിട്ട് ഉച്ചരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ശബ്ദത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മന്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് 50 അക്ഷരങ്ങളിൽ നിന്നാണ്. അപ്പം ലായെയും ളായെയും ഒന്നായിട്ട് കൂട്ടാതെ 2ആയിട്ട് കൂട്ടിയാൽ 51 അക്ഷരം. ലായും ളായും തമ്മിൽ ഭേദമില്ല എന്നാണ്. അല്ലെങ്കിൽ ഈ 50 അക്ഷരങ്ങളാണ് മന്ത്രങ്ങളുടെ എല്ലാം അടിസ്ഥാനം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം അക്ഷരമയമാണ്. മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള 6 ചക്രങ്ങളിലായിട്ട് 50 ദളങ്ങളിൽ ഓരോ അക്ഷരങ്ങളും സ്പന്ദിക്കുന്നു. ഇതിൻ്റെ 20 ഇരട്ടിയാണ് സഹസ്രാര ചക്രം. അപ്പം അവിടെ 1000 ഇതളുകളിലായിട്ട് ഈ 50 അക്ഷരങ്ങൾ 20 ആവർത്തിയായിട്ട് സ്പന്ദിക്കുകയാണ്. ഇതിനെല്ലാം, ഈ അക്ഷരങ്ങൾക്കെല്ലാം നാഡികളുമായി ബന്ധമുണ്ട്. ശരീരത്തിലെ ഓരോ വ്യവസ്ഥയായിട്ട് ഇതിന് ബന്ധമുണ്ട്. തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം ഇതിന് ബന്ധമുണ്ട്. അപ്പം അക്ഷരം പിഴച്ചാൽ അതെവിടെയെല്ലാം ബാധിക്കുമെന്ന് കണ്ടുപിടിക്കാനുള്ള സൂക്ഷ്മജ്ഞാനം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അക്ഷരം പിഴച്ചാൽ മന്ത്രം പിഴയ്ക്കും. പലർക്കും ശ്രീമാതാ ശ്രീമഹാരാജ്ഞി, സ്ത്രീയാണ്, ശ്രീ എന്ന് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ശ്രീ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതിന് ശ്രീ. വലിയ ആളുകൾ, പേരെടുത്ത ആളുകൾ, വലിയ താന്ത്രികരാണെന്ന് പറയുന്ന ആളുകളുടെ ഉച്ചാരണം കേൾക്കുമ്പം ഞെട്ടിപ്പോവാണ്. ശ്രീ. ഇത് ഏതോ കാലത്ത് നമ്മളിൽ കടന്നുകൂടിയ ചില പ്രശ്നങ്ങളാണ്. അതുപോലെ പ ഭ എന്ന് ഉച്ചരിക്കേണ്ടതും ഫ എന്ന് ഉച്ചരിക്കേണ്ടതും 2 സ്ഥലങ്ങൾ, ഒരേ അക്ഷരത്തിന് 2 പ്രയോഗം വരും. അത് എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ പ്രയോഗം കൊണ്ട് വരേണ്ടതാണ്. ഈ അക്ഷരസിദ്ധി വരുത്തി ശരിക്കും പഴയ ഗുരുകുല സമ്പ്രദായത്തിൽ പണ്ട് പഠിപ്പിച്ചിരുന്ന പോലെ, ആശാൻ കളരിയിൽ പഠിപ്പിക്കുന്നത് പോലെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ തെറ്റിക്കുമ്പോൾ അടിച്ച് തന്നെ പഠിപ്പിക്കണം. എന്നാലേ ഇത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അങ്ങ് പറഞ്ഞ ഈ ഫലവും ഫൽഗുനും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെ 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 അതെ. ഫട്ട് എന്ന് ഉച്ചരിക്കുന്ന സ്ഥലമുണ്ട്, ഫൾ എന്ന് ഉച്ചരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എവിടെയാണിത് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഭാഷ പ്രയോഗിച്ചുള്ള ബോധം വേണം. പിന്നെ വ്യാകരണ നിയമങ്ങൾ വലിയ ധാരണയില്ലാതെയാണ് പ്രയോഗിക്കുക. ഇപ്പം ശംനോ എന്നെഴുതിയാൽ ശന്നോ എന്ന് വായിക്കണം. അപ്പം അതുപോലെ സംയു, സംയു, ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം വിസർഗം കഴിഞ്ഞ് വരുന്ന അക്ഷരം അതായത് വിസർഗത്തിന് മുമ്പ് പ്രാ വ്രാ മുതലായ അക്ഷരങ്ങൾ വരികയും പിന്നീട് വിസർഗം വരികയും ചെയ്താൽ അത് കഴിഞ്ഞ് വരുന്ന അക്ഷരത്തിന് മുമ്പ് ഫ് എന്ന് ഉച്ചരിക്കണം. അപ്പം നഹ കഴിഞ്ഞ് പ്ര എന്ന് എഴുതി കഴിഞ്ഞാൽ നഫ്
നഫ് എന്നാണ്, നഹ എന്നല്ല ഉച്ചരിക്കുന്നത്, ഫ് ഫ് എന്നുള്ള ഉച്ചാരണമാണ്. അപ്പം മന്ത്രാക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും പ്രത്യേകമായി തന്നെ ഗുരുമുഖത്തു നിന്ന് പഠിച്ചിട്ടാണ് മന്ത്രം ജപിക്കേണ്ടത്. അല്ലാതെ മന്ത്രം പറഞ്ഞു തരികയാണ് ഇപ്പം ഓം നമ ശിവ അങ്ങനെയല്ലത്. ഓം നാ മാ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഈ മന്ത്രം. ഇനി ഇത് പ്രയോഗിച്ച് ഫലിക്കണമെങ്കിലോ ഈ ഓരോ മന്ത്രാക്ഷരങ്ങളെയും ഈ 50 അക്ഷരങ്ങളിലൂടെ കയറ്റി വിടണം. അതായത് ഇപ്പം ഓം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം നാ മാ ശിവായ എടുക്കല്ലേ, നാ മുതൽ ആ നാ ഈ നാ അങ്ങനെ തന്നെ ഈ അക്ഷരങ്ങളെ കൊണ്ട് സ്ഫുടം ചെയ്തെടുക്കണം. പിന്നെ ആ മന്ത്രത്തെ 2 ആവർത്തി എങ്കിലും ദിവസവും വീതം സ്ഫുടം ചെയ്തെടുക്കണം. അപ്പം ആ നമശിവായ ഈ നമശിവായ ഇങ്ങനെ സ്ഫുടം ചെയ്ത് പോകണം. ഈ അക്ഷരസ്ഫുടത അങ്ങനെ വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ഈ മന്ത്രത്തിന് യോജിച്ച ആസനം എന്താണെന്ന് മനസ്സിലാക്കണം. ചില മന്ത്രങ്ങളെ ശവാസനത്തിൽ പറ്റും, കിടന്നുകൊണ്ട് പറ്റും. ചില മന്ത്രങ്ങൾക്ക് സ്വസ്തികാസനം മതി, ചമ്രം പടിഞ്ഞിരിക്കുക. ചില മന്ത്രങ്ങളെ വീരാസനത്തിൽ ചെയ്യണം. ചില മന്ത്രങ്ങളെ വീരാസനം തന്നെ കാല് മുട്ട് മാറി അപ്പുറത്തേക്ക് മാറ്റി ചെയ്യണം. ചില മന്ത്രങ്ങൾക്ക് പത്മാസനേ പറ്റുള്ളൂ. ചില മന്ത്രങ്ങളെ നമുക്ക് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ആസനത്തിലിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിലെ ശരത്തിന് വ്യത്യാസം വരും. ശരം എന്ന് പറഞ്ഞാൽ ശ്വാസം ഏത് മൂക്കിൽ കൂടുതൽ വരുന്നു കുറവ് വരുന്നു, അതാണ് ശരം. അത് ഓരോ ആസനങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പത്മാസനത്തിലിരിക്കുകയാണെങ്കിൽ ശരം ഉഭയത്തിൽ വരും, 2 മൂക്കിലും തുല്യമായിട്ട് നിൽക്കും. ആ സമയത്ത് ചെയ്യുന്ന ക്രിയകളെല്ലാം മുക്തിയിലേക്കുള്ളതാണ്. ഇത് ഇത്രയും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇത് പറഞ്ഞ്, ഇത് പൊതുവെ എല്ലാവരും രഹസ്യമായിട്ട് വയ്ക്കുകയാണ്. ഈ രഹസ്യമല്ല. ശരം എന്ന് പറയുന്ന വിദ്യ വളരെ വളരെ വിശദമായ വിദ്യയാണ്. ശരം പഠിക്കണം ശരിക്കും. ശരത്തെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചോളൂ. കാരണം ശരത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇമോഷൻ അങ്ങ് പൊട്ടിപ്പോകേണ്ട സാധനം തന്നെയാണ്. പക്ഷേ അത് കുറേ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് ഇത് ഇല്ലാണ്ടാവും, ഇങ്ങനൊരു സാധനം വരാണ്ടാവും. പ്രകോപനം ഉണ്ടാവില്ല, ഒന്നുമില്ല. കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അങ്ങനെ ഇരിക്കും, എന്ത് പറഞ്ഞാലും അങ്ങനെ ഇരിക്കും, പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ശരി എന്ന് പറയും. പിന്നെ എന്ത് ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല? ഇത് എനിക്ക് ആദ്യത്തെ അറിവാണ്. എൻ്റെ ജ്ഞാനത്തിൻ്റെ കുറവാണെന്നുള്ള അറിയില്ല. തമിഴ്നാട് എല്ലാ ദേശങ്ങളിലും ശരവിദ്യയെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നോക്കൂ. ഇവിടെ എന്നോട് വന്ന് ഇപ്പം ഇത് ചോദിക്കാതെ ഇങ്ങനെ പറഞ്ഞു പോയ വിഷയമാണ്. ഇപ്പം നമ്മുടെ അടുത്ത ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് അറിയുന്നത് പറഞ്ഞു കേൾപ്പിക്കാനാണ്. ഇതൊക്കെ ശരിയല്ലേ, അപ്പോൾ ഇത് മതിയല്ലേ എനിക്ക് മതി. അല്ല പിന്നെ എന്തിനാ ഇവിടെ വന്നേ? അത് പറഞ്ഞു കേൾപ്പിക്കാൻ. ഞങ്ങൾ ക്രിയായോഗ ചെയ്യുന്നു, രാവിലെ സഹസ്രനാമം ജപിക്കുന്നു, സഹസ്രാവർത്തി ചെയ്യുന്നു, ഗംഭീരം. 3 മണിക്ക് എഴുന്നേറ്റ് നമസ്കാരം ചെയ്യുന്നു, ഗംഭീരം. അപ്പം ഞാനിപ്പോൾ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, നാരായണ മന്ത്രം ജപിക്കുകയാണ്. അതൊരു 10,000 വീതം ദിവസം ജപിക്കുകയാണ്. അത് മതിയായിരിക്കുമല്ലേ? അപ്പം നാരായണ മന്ത്രം നിർത്താൻ പറഞ്ഞാൽ ഞാൻ ഹിരണ്യകശിപു ആയില്ലേ? എനിക്ക് പറയാൻ പറ്റുമോ നിർത്താൻ? ചിലപ്പോൾ അതല്ല ഇപ്പോൾ വേണ്ടതെന്ന് മനസ്സ് വരുന്നുണ്ട്, പക്ഷെ പറയാൻ നിവൃത്തിയില്ല. ഓൾറെഡി പോയി പല പണിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ആ പരമ്പരയുടെ ഗുരുശാപം ആര് വാങ്ങും? അപ്പോൾ അതുകൊണ്ട് എല്ലാം ഭംഗിയാണ്, നന്നായി വരട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയേണ്ടി വരും. അങ്ങ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ഈ തന്ത്രം അല്ലെങ്കിൽ മന്ത്രം എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചില വീഡിയോസിനെ ആധാരമാക്കി ചോദിക്കുന്നതാണ്. എനിക്ക് പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, എനിക്കിത്ര രൂപ വേണം, അപ്പോൾ അതിനും മന്ത്രമുണ്ടെന്നൊക്കെ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മന്ത്രത്തിലുള്ള മൂർത്തികൾ, ദേവതകൾ, അവർ കൈക്കൂലിയിൽ അങ്ങ് പ്രസാദിക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. മന്ത്രദേവത എന്ന് പറയുന്ന ആ മന്ത്രത്തിലെ ദേവത എന്ന് പറയുന്ന ആൾ ഈ ഉപാസകനെ ഉണ്ടല്ലോ, ഈ ഉപാസകനെ പരീക്ഷിച്ച് ഇവനെ ചണ്ടിയാക്കിയതിന് ശേഷമാണ് ആ ദേവത പ്രസാദിക്കുന്നത്. അങ്ങനെ ഒരു സാധകന് ഒരു സാമ്പത്തിക പ്രശ്നവും ഒന്നും വരാതെ ദേവത നോക്കും. പെട്ടെന്നൊരുത്തൻ 10 ലോറി ഉണ്ടായിരുന്നു, കുറഞ്ഞ് ഒന്ന് 1 ലോറിയിലെത്തുമ്പം ഇന്ന് തുടങ്ങിയേക്കാം, പറ്റിയതാരാണ്, വാരാ കണ്ടു, ഇപ്പോൾ വാരാഹി കൊള്ളാം, വെച്ചലക്കിയേക്കാം, വാരാഹിയുടെ മന്ത്രം. ഒരു കാര്യവുമില്ല. ഇത് കുറച്ചെന്തെങ്കിലുമൊക്കെ മാറ്റം ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും അല്ല അവിടെ മന്ത്രോപാസനയുടെ ലക്ഷ്യം, ഇതൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. മന്ത്രോപാസന എന്ന് പറയുന്നത് വലിയൊരു പദ്ധതിയാണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന, ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്.
5 കോടി ജപിച്ച് 50 ലക്ഷം തവണ ഹോമിച്ച് 5 ലക്ഷം തവണ ഹോമിച്ച് പോവുകയാണ്. 500 അങ്ങനെ 500 പേർക്ക് കാല് കഴുകി ചൂട്ടി ഇങ്ങനെ പോകണം. അതാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, ടോപ്പ് അതിൻ്റെ സിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന വിദ്യ. അത് 5 ലക്ഷം മുതൽ തുടങ്ങും. അതായത് 5 ലക്ഷം ആകുമ്പോൾ തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. എത്ര ലക്ഷം ഉണ്ടോ അത്രയും ലക്ഷം തവണ ജപിച്ച് അതിൻ്റെ 10 തർപ്പണം ചെയ്ത് അതിൻ്റെ 10 ഹോമിച്ച് അതിൻ്റെ 10 മാർജനം ചെയ്ത് അതിൻ്റെ 10 ആളുകൾക്ക് കാല് കഴുകി ചൂട്ടുക. ഇതാണ് മന്ത്രത്തിൻ്റെ വിധി എന്ന് പറയുന്നത്. അത് അതിൻ്റെ മുകളിൽ ചെയ്യാം. അതായത് എത്ര അക്ഷരമുണ്ടോ അത്ര കോടി ജപിക്കാം. അതിൻ്റെ 10 തർപ്പണം ചെയ്യാം, അതിൻ്റെ 10 ഹോമിക്കാം, അങ്ങനെയും പോവാം. ഇത് പോയാൽ എന്ത് കിട്ടും? ഈ ദേവത തന്നെയായി തീരും എന്നാണ്. അപ്പം മന്ത്രസിദ്ധി, കേവലമായൊരു മന്ത്രസിദ്ധി ഉണ്ടായാൽ പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആ മന്ത്രസിദ്ധി കിട്ടിയെങ്കിൽ 3 ഇരട്ടി പണിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമാർഗം തെളിയും. ജ്ഞാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായി. എന്താണ് ശരിക്കും അറിവും ഈ വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിവെന്ന് പറയുന്നത് ഒരു സോഴ്സിൽ നിന്ന് വരണം, വിജ്ഞാനം ശൂന്യതയിൽ നിന്ന് വരണം. അതായത് ഈ സർവജ്ഞത്വം എന്ന് പറയുന്ന സാധനം നിങ്ങളെല്ലാം പഠിച്ചു വയ്ക്കലല്ല സർവജ്ഞത്വം. സമയാസമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വരുന്നതിനെയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്. അല്ലാതെ നമ്മൾ സൂക്ഷിച്ച് ഇതുപോലെ പൊതിഞ്ഞേട്ട് വെച്ച അറിവുകൾ മുഴുവനും അജീർണമായിട്ട് ഭവിക്കുകയാണ് പതിവ്. കൃത്യമായ സമയത്ത് നിങ്ങൾ നമുക്ക് വരേണ്ടത് വരണം. ഇപ്പോൾ പ്രദീപ്ജിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം ഉള്ളിലേക്ക് ചോദിച്ചാൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സർവജ്ഞത്വം. അല്ലാതെ ഓക്കെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് തപ്പിയെടുക്കാം, അതല്ല. ബ്രിട്ടീഷ് ലൈബ്രറിക്ക് നാളെ തീ പിടിക്കും, അപ്പോൾ ഇത് പോകും. ഇപ്പോൾ ഈ നളന്ദ, തക്ഷശില മുതലായ എല്ലാ സ്ഥലത്തും തീയിട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു സാധനത്തിന് പോലും ഈ ചെറിയ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് പോയി എന്നല്ലാതെ സനാതനത്തിന് റൂട്ടായിട്ടുള്ള ഈ ധർമാർത്ഥ കാമോക്ഷങ്ങൾ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഋഷീശ്വരന്മാരുടെ മനസ്സിലാണ് ഉണ്ടായിരുന്നത്. അത് പരമ്പരകളിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. താപസന്മാരുടെ ഉള്ളിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഈ താപസവൃന്ദം എന്ന് പറയുന്നത്, തപോലോകം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ലോകത്തിന് മുകളിലാണ്. അപ്പം ഭൂലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭുവർലോകം, മഹർലോകം, ജനലോകം, തപലോകം. തപലോകത്തിന് മുകളിൽ സത്യലോകമാണ്. അപ്പോൾ ഈ തപലോകത്ത് വാസികളായിട്ടുള്ള ദേവതകൾ അല്ലെങ്കിൽ ഈ ഋഷീശ്വരന്മാർ അവരവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സോഴ്സ് തീരില്ല. നമ്മളെവിടെ ഒരു ചോദ്യം ചോദിക്കുന്നോ നമ്മളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആ തപലോകത്തെ ഋഷിയുണ്ട്. അതിനാണ് പരമ്പരയ്ക്ക് വാല്യൂ. നമ്മൾ ഏത് പരമ്പരയിലൂടെ വന്നോ ആ പരമ്പരയുടെ മുകളിലിരിക്കുന്ന ഋഷിയായിട്ടുള്ള ആൾ ആ പരമ്പരയിലുള്ള എല്ലാ അവന്മാരെയും രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു തലത്തിലൂടെ നിങ്ങളിലേക്ക് ഇത് കൊണ്ടുവരും. നേരെ മര്യാദയ്ക്ക് നേരെ ആവുന്നില്ലെങ്കിൽ അടിച്ച് നേരെയാക്കും. അതുകൊണ്ട് മന്ത്രോപാസന എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. സുഖമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. മന്ത്രോപാസന കൊണ്ട് സുഖമാണ് ഉണ്ടാകുന്നത്. ഏതവസ്ഥയിലും സുഖമുണ്ടാവും. ഇമോഷൻസ് ഉണ്ടാവും, സകല സാധനങ്ങളും വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകൾ വരും, സാമ്പത്തിക പ്രതിസന്ധി വരും, എല്ലാം വരും. പക്ഷെ സുഖമുണ്ടാവും. 4 ലക്ഷം കടമുണ്ട്, പേടിയാവുന്നു എന്ന് പറഞ്ഞു വന്നിരുന്ന ആൾ ഉണ്ട് എൻ്റെ അടുത്ത്. ഒരു 2 വർഷം മുന്നേ മന്ത്രോപാസന ചെയ്യാൻ പറഞ്ഞു. സാക്ഷാൽ ഭഗവതിയെ ഉപാസിക്കാൻ പറഞ്ഞു. മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. റിലീജിയസ്ലി ഫോളോ ചെയ്തു. ഇപ്പോൾ 40 ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് വയ്ക്കുക. അപ്പം ആദ്യത്തെ പേടി എവിടെ പോയി? ഇപ്പം അതിൻ്റെ 10 ഇരട്ടി വന്നാലും ഒന്നും ചെയ്യാനില്ല എന്നെ, അല്ലെങ്കിൽ എനിക്കത് പറ്റും, ഒന്നും സംഭവിക്കില്ലെന്ന്. എന്ത് സംഭവിക്കാൻ? ഇങ്ങനെയുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നു. അങ്ങനെയെങ്കിൽ ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന അവസ്ഥയിൽ ഈ എങ്ങനെ നമുക്ക് കല്ലും നെല്ലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ ഇപ്പോൾ ഞാനെങ്ങനെ തിരിച്ചു പറയും? എന്നെ നിങ്ങൾ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ? ഞാനിവിടെ ഒരു മൂലയിലിരുന്ന് ജപിച്ചുകൊണ്ടിരുന്ന എന്നെ ഏതൊക്കെയോ 2 വീഡിയോ വന്നപ്പോൾ, അപ്പോൾ ആദ്യത്തെ ആ മായ എതിലെങ്കിലും വരുമല്ലോ നമ്മളെ പിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് കൊള്ളാമല്ലോ എന്ന് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരെല്ലാം മോശം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പെടുമല്ലേ. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന എല്ലാവരെയും എന്നല്ല, പക്ഷെ നമുക്കൊരു സാധാരണക്കാരൻ ഇത് എപ്പോഴാണ്, അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, ഞാനും പറയുന്നതല്ല, പക്ഷെ എപ്പോഴാണ് പെട്ടെന്ന് ദൈവമേ എന്ന് വിളിക്കുന്നത്, എപ്പോഴാണ് പെട്ടെന്നൊന്ന് സ്ഥിരം പോകാത്ത ഒരാളുടെ ക്ഷേത്രത്തിലൊന്ന് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു പ്രതിസന്ധി വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അങ്ങനെ നിൽക്കുന്നവൻ്റെ മുന്നിൽ, അങ്ങനെ നിൽക്കുന്ന സാധാരണക്കാരന് ഇതിൽ ആരാണ്
ഒറിജിനൽ, ആരാണ് കച്ചവടക്കാരൻ എന്ന് തിരിച്ചറിയാൻ എങ്ങനെ പറ്റും? തിരിച്ചറിയാൻ അയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ വിളിക്കുന്നു, ഉടനെ നോക്കുന്നു, റെസ്പോൺസ് വരുന്നു, അതിന് കൃത്യമായി അങ്ങനെയൊന്നും ചിലപ്പോൾ നടക്കും. ചില സമയത്ത് ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചിരിക്കും, എടുക്കുന്നില്ല എന്ന് വിളിച്ചാൽ ഇനി എടുക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ നോക്കാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞോളാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പലതും പറയേണ്ടി വരും. ഇന്ന് രാവിലെ വന്നൊരു കോള് രസമായിരുന്നു. അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ അമ്മയെ നോക്കാൻ പറ്റിയില്ല. അതെന്താ നോക്കാൻ പറ്റാത്തത്? അമ്മയോട് അപ്പം ദേഷ്യമായിരുന്നു. എന്നിട്ട് അനിയത്തി അമ്മയെ കൊണ്ടുപോയി എൻ്റെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഇത് കേട്ടപ്പം അമ്മയെ നോക്കണം തോന്നി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പുറംകാലിനടിച്ച് പുറത്താക്കി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊരു വഴി പറഞ്ഞുതരാൻ. ഞാൻ പറഞ്ഞു കൊടുക്കണം ഈ വഴി. ഞാൻ പറഞ്ഞു ആ വെയിലത്തോട്ടിറങ്ങി തലകുത്തി നിൽക്കാൻ പറഞ്ഞു. നല്ല സമയത്ത് നോക്കേണ്ട സമയത്ത് അമ്മയെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇനി ചെന്നിരിക്കുക അവിടെ. ഞാനായിരുന്നു ഈ കവളമടലിന് അടി കൊടുത്ത് ഓടിച്ചാനെ ഇവിടെ വരുന്നതെങ്കിൽ. ഇങ്ങനെയുള്ള ആളുകൾ വരും. അപ്പോൾ അതിനൊരു പൂജയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പൂജയുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അതിനൊരു പൂജയുണ്ട്. നമുക്കത് കഴിച്ചു കളയാം. പൈസ ആയിട്ടിരിക്കുക. മിനിങ്ങാന്ന് മുതലൊരു ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുക, 4 ലക്ഷം രൂപ തരാം, ശരിയാക്കി താന്ന് പറഞ്ഞു. ഈ 4 ലക്ഷം രൂപ തരാമെന്നുള്ള വാക്കാണ് ആദ്യം വരുന്നത്. 3-4 തവണയാണ് വിളിക്കുന്നത്, ഒരു തവണയല്ല വിളിക്കുന്നത്, 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നോക്കാനുള്ളൊരു സമയം തരാമോ? ഞാൻ എൻ്റെ പോറ്റി ഞാൻ 4 ലക്ഷം രൂപ തരാമെന്ന്. ഇതാണ് ഡയലോഗ്. അവസാനം പറഞ്ഞ് 4 ലക്ഷമായിട്ട് വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി ഗതികെട്ടും മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഈ 4 ലക്ഷം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല. നമ്മൾ ഇവരുടെ ബാധ്യത മുഴുവൻ പിടിച്ചു വയ്ക്കണം. എന്ത് കാര്യമായിരിക്കും? അത്യാവശ്യത്തിന് ഒരാൾ വരുമ്പോൾ നമുക്ക് സഹായിക്കാം, എന്തെങ്കിലും ഇപ്പം നമ്മളെ കൊണ്ട് സാധിക്കും ചിലപ്പോൾ. പക്ഷെ ചില സമയത്ത് പറ്റാണ്ട് വരും. ചിലത് അവരുടെ കർമ്മപ്രാരാബ്ദം എത്ര നമ്മൾ തീർത്താലും തീരാത്തതും വരും. ഇത് കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ല. ഇവിടുന്ന് പരിഹാരമെല്ലാം കഴിച്ചു, സുഹൃതോമം 64,000 സംഖ്യ കഴിച്ചു, ഗംഭീരായി അനുഗ്രഹിച്ചു, ദക്ഷിണം വെച്ചു, പോയി. പോകുന്ന വഴിക്കുള്ള പണി എന്താണെന്ന് അറിയോ? ഇനി അറിയോ? നല്ല ഈ ഒരു തലം വിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ അറിയില്ല. പല ആൾക്കാരുടെയും വിചാരത്തിൽ ഈ ഒരു ഗുരു എന്ന് പറയുന്ന ആൾ കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുറിയും തൊട്ട് ഞാനിരിക്കുന്ന പോലെ ഇങ്ങനെ ചുവന്ന മുണ്ട് കൊടുത്തിരിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഗുരു ലോട്ടറി വിൽക്കുന്നുണ്ടാവും, ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടാവും, ഗുരുവായിട്ടുള്ളവൻ പിച്ചക്കാരനായിട്ടുണ്ടാവും, ഗുരു വേലക്കാരനായിട്ടുണ്ടാവും, ഗുരു എന്തും ആവാം. അയാൾ നിൽക്കുന്ന തലത്തെ അറിയാതെ അയാളോട് കയറി കോർക്കും. അതോടുകൂടി ഈ ചെയ്തതിൻ്റെ എല്ലാം തീരും. അയാൾ ആരാണെന്ന് എങ്ങനെ അറിയും? ഒരാൾ കൊണ്ട് പറഞ്ഞ ഒരു ഭിക്ഷക്കാരൻ അങ്ങോട്ട് കൊടുക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ട് കൊടുക്കുകയല്ല ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടതെന്ന് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം ഗുരു ആ സ്ഥലത്തിൽ നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ അവരോട് കയറി അനാവശ്യമായിട്ട് അഭിപ്രായം പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡൻ്റാണ്. ചെന്നിട്ട് എന്താണോ നട തുറക്കാൻ താമസിച്ചത്? മേശാന്തിയോടെ ആയിരിക്കും. മേശാന്തി 25 കൊല്ലം അതിനകത്തിരുന്ന് ജപിച്ച് തപിച്ച ആളായിരിക്കും. അവയാളിങ്ങോട്ട് ഒന്നും പറയണ്ട, ഒന്നിങ്ങനെ നോക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും പറയും ബ്രാഹ്മണശാപം. ഈ ബ്രാഹ്മണശാപം എന്താണ്? ഏത് ബ്രാഹ്മണനാണ് നിന്ന് ബ്രാകുന്നത്? എന്താണ്? ആരാണ് ബ്രാഹ്മണൻ? ഈ നിയതിക്കനുസരിച്ച് വിടുന്നതാണ് നിയതി. ഇഷ്ടം പോലെ ഭഗവതി ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. നിയതിക്ക് വിട്ടുകൊടുത്താൽ ആ നിയതിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ മരം വെട്ടി തീർത്തു, വെള്ളമില്ലാണ്ടായി, അത് ബ്രാഹ്മണശാപ. അവിടെ നിങ്ങൾ നിയതിക്ക് എഗെയിൻസ്റ്റായിട്ടാണ് പ്രവർത്തിച്ചത്. പ്രകൃതിക്ക് എഗെയിൻസ്റ്റായിട്ട് നിങ്ങൾ പ്രകൃതിയുടെ വില്ലിന് എഗെയിൻസ്റ്റായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോ, അത് ശാപമായിട്ട് വരും. അത് മുച്ചൂട് മുടിക്കും. അല്ലാണ്ട് ഊണുലിട്ടൊരാൾ വഴി ഇറങ്ങി നീ നിൻ്റെ പണ്ടാറാണെങ്കിൽ പോട്ടെ എന്ന് പറയണമെന്ന് ഒന്നും വിചാരിക്കരുത്. ഒന്നും പറയണ്ട. ഉള്ളിൽ അങ്ങനെ ഒരാൾക്ക്, ആ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉള്ളിലൊന്ന് തട്ടിയൊന്ന് പിടച്ചാൽ മതി, കഴിഞ്ഞ്. അതുപോലെ തന്നെ ചെന്ന് കാലൊന്ന് പിടിച്ചാൽ തീർന്നു. അത് അവിടെ കൊണ്ട് തീർക്കുകയും ചെയ്യാം. അപ്പോൾ പറയും എന്തോ ബ്രാഹ്മണരെ പൊക്കി അടിക്കാൻ വേണ്ടി വന്നിരിക്കുക. സുഹൃത്തെ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ നിയതിക്ക് വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ആളെന്നേ ഉള്ളൂ. ഊണൂല് വേണ്ട, കുളിക്കണമെന്നുമില്ല, സമുദായം ഇല്ല, ഒന്നും നോക്കണ്ട. എല്ലാ സമുദായത്തിലും എല്ലാ കുലത്തിലും ഗോത്രത്തിലും മതത്തിലും എല്ലാം ഈ ആളുകളെ കാണാം.
1% അല്ലെ 0.5% ആ ബോധതലത്തിൽ നിൽക്കുന്ന ആളുകളെയാണ് ഈ പറയുന്നത്. അല്ലാതെ എല്ലാ സമയവും സന്ധ്യാവന്തനം കഴിച്ച് കുടുമിയും കെട്ടി നടക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. എവിടുന്നാണ് ഈ മഹാബ്രാഹ്മണർ ഉണ്ടാകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരാണ്, അവരുടെ ബലത്തിലാണ് ഈ പ്രകൃതി നിൽക്കുന്നത്. അത് എവിടെയും ഉണ്ട്, ഏത് വനവാസിയുടെ ഇടയിലും ഉണ്ട്. കാരണം അത്രി മഹർഷി ഏത് സമുദായത്തിൽ നിന്ന് വന്ന ആളാ? വനവാസിയാണ്. ദുർവാസാവോ? അഗസ്ത്യരോ? ഈ കണ്ട 18 സിദ്ധന്മാരിൽ എത്ര പേരുണ്ട് ഈ വലിയ സമുദായം എന്ന് പറയാനായിട്ട്? ഒന്നുമില്ല, എല്ലാം സാധാരണക്കാർ, തിരുമൂലർ, ആട്ടിടയൻ. ഇങ്ങനെ നോക്കിയാൽ ഒരാൾ പോലും, അവരെല്ലാം നമ്മൾ എവിടെ കാണും? നമ്മൾ മഹാബ്രാഹ്മണരായിട്ട് കാണണം. അങ്ങനെയുള്ള ആളുകളുടെ പരമ്പരയിൽ നിൽക്കുന്ന ആളുകൾ, അവരൊന്നും ചിലപ്പോൾ ഇതുപോലെ ഒന്നും ഞാനിരിക്കുന്ന പോലെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പലരും വന്നിട്ട് ശിഷ്യനാക്കണേ, ഞാനിതുവരെ ശിഷ്യനായതിൻ്റെ എൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല. ഞാനിപ്പോഴും ശിഷ്യനായിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനാണ് ഇപ്പോഴും, അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ ശിഷ്യനാണ് ഞാനിപ്പോഴും. എനിക്ക് ഒരാളെ ശിഷ്യനാക്കാൻ എനിക്ക് നാണം വരുന്നു, എന്നെ ശിഷ്യനാക്കാൻ പറയുമ്പോൾ. എങ്ങനെ ആരെ ശിഷ്യപ്പെടുത്താൻ പറ്റും? എനിക്ക് സുഹൃത്തുക്കളേ ഉള്ളൂ, ശിഷ്യന്മാരില്ല. എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആര് വന്നാലും നമുക്ക് സ്നേഹം. നമുക്കറിയാവുന്നത് എന്തോ അത് പറഞ്ഞു കൊടുക്കണം. ഇത് ആർക്കും വേണ്ടി, അല്ലെങ്കിൽ ഒരു സമുദായത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ ചില ആളുകൾക്ക് വേണ്ടിയോ പുരുഷന് വേണ്ടിയോ സ്ത്രീക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ മാറ്റി വയ്ക്കണ്ട. വന്ന് ചോദിക്കുന്നവൻ്റെ ചോദ്യം ന്യായമാണെങ്കിൽ പാത്രം നിറച്ച് കോരിയിട്ട് കൊടുക്കണം, പറഞ്ഞു കൊടുത്തു വിടണം, കൊണ്ടുപോട്ടെ. തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനത്തെ പ്രചരിപ്പിക്കട്ടെ. ഇതെന്തിനാണ് മൂടിക്കെട്ടി വയ്ക്കുന്നത്? പിന്നെ ചില ആളുകൾക്ക് നേരം വെളുക്കാത്തവരുണ്ട്, അതൊക്കെ ഫുൾ തട്ടിപ്പാണ്. ശരി, വാ, ഒരു മന്ത്രദീക്ഷ തരാം, പോയൊരു 4 കൊല്ലം ജപിച്ചിട്ടിങ്ങ് വാ, എന്നിട്ട് ശരിയാണല്ലോ എന്ന് പറ. വെറുതെ വഴിയിൽ നിന്നുകൊണ്ട്, ആ മതിലിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് ഇരുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് കയറി വാ, അതല്ലേ എൻ്റെ ശരിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ധൈര്യമുള്ള ആളുകൾ അതല്ലേ ചലഞ്ച് ചെയ്യണ്ടേ? ശരി, ഞാനൊന്ന് ജപിച്ച് നോക്കട്ടെ, അങ്ങനെയല്ലേ വരണ്ടേ? അപ്പോൾ അത് വരാൻ ധൈര്യമുള്ളവരില്ല. വെറുതെ ഇതിനെ നമ്മളിങ്ങനെ തർക്കിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കളയുന്നു എന്നല്ലാതെ അറിയേണ്ടവരറിയുന്നു, അറിഞ്ഞവർ മിണ്ടുന്നില്ല, മിണ്ടിയവർ അറിയുന്നുമില്ല. ചോദ്യങ്ങൾ ഇനിയും ഒട്ടേറെയുണ്ട്. മന്ത്രജപവും നാമജപവും തമ്മിലുള്ള വ്യത്യാസം, ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെ, വീട്ടിൽ പൂജാമുറിയിൽ ചിത്രങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ മാത്രമേ വയ്ക്കാവുള്ളൂ, വിഗ്രഹങ്ങൾ വയ്ക്കാമോ, വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാമോ, അത് ഏതൊക്കെ വിധത്തിലാകാം, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഉത്തരങ്ങളുമുണ്ട് അടുത്ത ഭാഗത്തിൽ. നമസ്തേ.